ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ ജിതിൻ. എവിടെ വരെയായി നിങ്ങളുടെ കേട്ടറ്റ് പഠിത്തമൊക്കെ അല്ലേ? നമ്മുടെ വളരെ തൊട്ടടുത്ത് നമ്മുടെ കേട്ടറ്റ് എക്സാം എത്തി നിൽക്കുകയാണ്. സെപ്റ്റംബറിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. എല്ലാവരും ഒരുവിധം റിവിഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കോൺസെപ്റ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കി പഠിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ ഒരു സ്മാർട്ട് ലേണിങ്ങിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കോൺസെപ്റ്റുകൾ റിവൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും PYQs ഡിസ്കസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ചില കോഡുകൾ ഓർത്തിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള വഴികളിൽ കൂടെയാണ് നമ്മുടെ പഠനം കൂടുതൽ ഉറപ്പാക്കേണ്ടത്. അപ്പോൾ PYQs ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ എക്സാം ഹാളിൽ പോയിരുന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടി കൂടാതെ നിസ്സംശയം നമുക്കൊരു ഉത്തരം ബബിൾ ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ നമ്മൾ PYQs ചെയ്തിട്ടുണ്ടായിരിക്കണം. വെറുതെ നമ്മൾ കുറേ കോൺസെപ്റ്റുകൾ വായിച്ചു പഠിക്കുന്നു, കുറേ കാണാപ്പാഠം പഠിക്കുന്നു, കുറേ നടന്നു പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ വരുമ്പോൾ എങ്ങനെയുണ്ട്, ഉത്തരം കിട്ടുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ റിവിഷൻ ശരിയായ രീതിയിൽ നടക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ടീം സൈലം അതിനു വേണ്ടിയിട്ടുള്ള അവസരമാണ് ഒരുക്കുന്നത്. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1-നും കാറ്റഗറി 2-നും കാറ്റഗറി 3-ക്കുമുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇനി എന്താണ് വേണ്ടത്? സ്മാർട്ട് ലേണിംഗ് ആണ്. ഓരോ വിഷയങ്ങൾക്കും ചോദ്യങ്ങൾ വരുന്ന ചില കോർ ഏരിയാസ് ഉണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ആ കോർ ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ കോർ ഏരിയാസ് നമ്മൾ തിരിച്ചറിയുന്നത് കൃത്യമായിട്ടുള്ള PYQ അനലൈസ് ചെയ്യുന്നത് വഴിയാണ്. 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പഠിപ്പിക്കാൻ ടീം സൈലം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്ത് തന്നെയാണ്? കുറച്ച് PYQs തന്നെയാണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന PYQs ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ PYQs നോക്കാം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ട്സും കൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? താഴെ പറയുന്നവരിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? എബ്രഹാം മാസ്ലോ, എഡ്ഗർ ഡെയിൽ, ഹൊവാർഡ് ഗാർഡനർ, റോബർട്ട് ഗാഗ്നെ. ഇതിൽ ആരാണ് പഠന ശ്രേണി കൊണ്ടുവന്നിട്ടുള്ളത്? ഹയറാർക്കി ഓഫ് ലേണിംഗ് അല്ലേ? നമ്മൾ കാണുന്ന ഒരു കോൺസെപ്റ്റാണ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഇത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ആരാണ് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയകളെ അതിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് ഹയറാർക്കിക്കൽ ഓർഡറിൽ ക്രമീകരിച്ചിട്ടുള്ളത്? ആരാണ് ആൻസർ വരുന്നത്? റോബർട്ട് M. ഗാഗ്നെയാണ്. പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പേരാണ് റോബർട്ട് M. ഗാഗ്നെ. പഠനത്തെ അതിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് മൂപ്പർ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 8 ഘട്ടങ്ങളാണ് അദ്ദേഹം പഠന ശ്രേണിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഹൈറാർക്കിക്കൽ ഓർഡർ കൃത്യമായ രീതിയിൽ ഓർത്തിരിക്കണം. കാരണം അതിൻ്റെ ഇടയ്ക്ക് നോക്കിയാണ് ചിലപ്പോൾ പരീക്ഷാ ഭവൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. പഠന ശ്രേണിയിലെ 8ാമത്തെ ഘട്ടം ഏത്? അതല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ വരുന്നത് ഏതാണ്? 5ാമത്തെ ഘട്ടം ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഗാഗ്നെയുടെ പഠന ശ്രേണി ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു അക്രോണിമും ഉണ്ട്, ഒരു അക്രോസ്റ്റിക്സും ഉണ്ട് അല്ലേ? അക്രോണിമും അക്രോസ്റ്റിക്സും എന്ന് പറയുന്നത് നിമോണിക് ടെക്നിക്സ് ആണ്, പുനർസ്മരണ സഹായികൾ. അതും നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പോൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില സൂത്ര വഴികളിൽ കൂടെ ഇത് ഓർത്തിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള സൂത്ര വഴികളേനെയാണ് നമ്മൾ നിമോണിക് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിമോണിക് ടെക്നിക്കാണ് അക്രോണിംസും അക്രോസ്റ്റിക്സും. ഓർക്കേണ്ട കാര്യങ്ങളുടെ ആദ്യത്തെ ലെറ്റേഴ്സ് കൂട്ടിവെച്ച് നമ്മളൊരു വാക്കുണ്ടാക്കുന്നു, അതാണ് അക്രോണിം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റോബർട്ട് M. ഗാഗ്നെയുടെ പഠന ശ്രേണി ഓർത്തിരിക്കാനായിട്ട് S2 CV MC P2 അതിൻ്റെ എല്ലാ സ്റ്റേജുകളുടെയും ആദ്യത്തെ ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം? ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് വാക്യങ്ങളും രൂപീകരിക്കാം. അതാണ് അക്രോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 8 സ്റ്റേജുകളും അതിൻ്റെ ക്രമവും എന്ത് ചെയ്യണം? കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം.
ഇനി ഇതിലെ ബാക്കിയുള്ള ആളുകൾ ഒന്ന് നോക്കിയേ. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കൂട്ടുകാർ തന്നെയാണ്. എബ്രഹാം മാസ്ലോ ഉണ്ട്, എഡ്ഗർ ഡെയിൽ ഉണ്ട്, ഹവാർഡ് ഗാർണർ ഉണ്ട്. ഇതിലെ എബ്രഹാം മാസ്ലോനെ നമ്മൾ കാണുന്നത് ആവശ്യങ്ങളുടെ ശ്രേണി. രണ്ടു കൂട്ടരും എന്താണ്, ഓരോരോ ശ്രേണികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് തമ്മിൽ മാറിപ്പോകരുത്. എബ്രഹാം മാസ്ലോ പറഞ്ഞിട്ടുള്ളത് ആവശ്യങ്ങളുടെ ശ്രേണിയാണ്. ഇനി എഡ്ഗർ ഡെയിലിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കോൺ ഓഫ് എക്സ്പീരിയൻസ്. കുട്ടിക്ക് ഏതു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് കുട്ടി പഠനം നടക്കുന്നത്. കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് തൊട്ട് കണ്ടു പഠിക്കാനായിട്ടുള്ള എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ അനുഭവങ്ങളിൽ കൂടെ കുട്ടി പഠിച്ച കാര്യങ്ങൾ നല്ലപോലെ ഓർത്തിരിക്കാൻ കുട്ടിക്ക് പറ്റും. അതേസമയം തന്നെ വാക്കുകളിൽ കൂടെ കുട്ടി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ കുട്ടി ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണോ കുട്ടിക്ക് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കുട്ടിയുടെ പഠനം നടക്കുന്നത്. ഇതാണ് എഡ്ഗർ ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഹവാർഡ് ഗാർണറിന് നമുക്ക് പിന്നെ വളരെ പരിചിതമാണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ഓക്കെ, അപ്പൊ നിങ്ങൾ PYQs ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നേരെ അതിന്റെ ഉത്തരം പറയുന്നു, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ആ രീതിയിലല്ല പോകേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, അതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നു, ആ ആൻസറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ഓർക്കണം. പിന്നെ എന്തും കൂടെ ചെയ്യണം, ബാക്കിയുള്ള ഓപ്ഷൻസ് അത് ഏതൊക്കെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നും കൂടെ പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏതു ബുദ്ധിയിൽ മേൽക്കൈ കാണിക്കുന്നു? അല്ലെ, റാണി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ റാണി എവിടെയാണ് പഠിക്കുന്നത്? ഒരു അപ്പർ പ്രൈമറി സ്കൂളിലാണ് റാണി പഠിക്കുന്നത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും ഉപയോഗിച്ച് പഠിക്കുമ്പോൾ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ അവള് ഒരു മേൽക്കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളിൽ ഏതു തരത്തിലുള്ള ബുദ്ധിശക്തിയായിരിക്കും കൂടുതലായി കാണാൻ സാധിക്കുന്നത്? ഭാഷാപരമായ ബുദ്ധി, ഇന്റർപേഴ്സണൽ ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ബുദ്ധി, യുക്തിഗണിത ബുദ്ധി. സംഘചർച്ചകള്, സംഘപ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുട്ടി കൂട്ടമായിരുന്നാണ് പഠിക്കുന്നത്, അല്ലെ? ഒറ്റയ്ക്കല്ല പഠിക്കുന്നത്. ബാക്കിയുള്ള കൂട്ടുകാരോടൊപ്പം തൻ്റെ ആശയങ്ങൾ പങ്കുവെച്ചും മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വീകരിച്ചും അതിൽ നിന്നും നിഗമനങ്ങൾ രൂപീകരിച്ചൊക്കെയാണ് പഠിക്കുന്നത്. സോ ഇവിടെ റാണിയിൽ കൂടുതലുള്ള ബുദ്ധി ഏതായിരിക്കും? ഇന്റർപേഴ്സണൽ ബുദ്ധിയാണ്. ബാക്കിയുള്ള ആളുകളുമായിട്ട്, തൻ്റെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് എളുപ്പം കൂട്ടുകൂടാനും സൗഹൃദം സ്ഥാപിക്കാനും അവരെ പരിഗണിക്കാനും കൺസിഡർ ചെയ്യാനൊക്കെ കഴിയുന്ന കുട്ടികളിലാണ് നമ്മൾ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലായും കാണുന്നത്. ഇനി ഭാഷ ഉപയോഗിക്കാൻ കഴിവുള്ള കുട്ടികൾ, എഴുതാനായിട്ട് നല്ലപോലെ വായിക്കാനായിട്ട്, അപ്പൊ അത്തരക്കാരിലാണ് നമ്മൾ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ളതായി പറയുന്നത്. ഇനി അവനവന്റെ ശരീരത്തെ വളരെ എഫക്റ്റീവായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരില് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ് കൂടുതലായി വരുന്നത്. ഇനി ഏതൊരു പ്രശ്നത്തിനും വളരെ യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും വളരെ ലോജിക്കൽ റീസണിങ് ഒക്കെ ഉപയോഗിച്ച് എന്താണ് അവിടെ ഇങ്ങനൊരു പ്രശ്നം വരാനുള്ള കാരണം, അപ്പൊ ഇന്നതുപോലെ ചെയ്താൽ പ്രശ്നം തീർക്കാൻ പറ്റില്ലേ എന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ. അത്തരക്കാരിലാണ് യുക്തിഗണിത ബുദ്ധി കൂടുതലുള്ളതായിട്ട് പറയുന്നത്. ഇതൊക്കെ തന്നെയും നമ്മുടെ ഹവാർഡ് ഗാർണറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ വരുന്ന പലതരത്തിലുള്ള ബുദ്ധികളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അധ്യാപിക തന്റെ സ്കൂളിൽ സംഘമാർഗനിർദ്ദേശം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഈ രീതി ഫലവത്താകണമെങ്കിൽ താഴെ പറയുന്ന ഏതു സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത്? എന്താ പറഞ്ഞത്? ഒരു അധ്യാപിക തന്റെ സ്കൂളിൽ സംഘമാർഗനിർദ്ദേശം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഈ രീതി ഫലവത്താകണമെങ്കിൽ താഴെ പറയുന്ന ഏതു സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത്? സംഘാംഗങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളുള്ളപ്പോൾ, സംഘം ഒരേ തരത്തിൽപ്പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോൾ, സി സംഘാംഗങ്ങൾ അധ്യാപികയുമായി സഹകരിക്കുമ്പോൾ, ഡി
വ്യത്യസ്ത തരത്തിൽപ്പെട്ട അംഗങ്ങളാൽ രൂപീകൃതമായ സംഘങ്ങളാകുമ്പോൾ ഇതിലെ ഏത് സാഹചര്യമാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ സംഘമാർഗ നിർദ്ദേശം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യം? ഏതായിരിക്കും ആൻസർ വരിക? ഇതിലെ ഏതു സാഹചര്യമാണ് സംഘമാർഗ നിർദ്ദേശത്തിന് അനുയോജ്യം? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. സംഘം ഒരേ തരത്തിൽപ്പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോൾ, അല്ലെ? കുട്ടികൾക്ക് കുറേയധികം പ്രശ്നങ്ങളുള്ളപ്പോൾ അവരെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഫലവത്താവില്ല. പിന്നെന്താണ്? കുട്ടികള് അധ്യാപികയുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എന്നതും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള വേ ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി നമുക്കിവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ ബിയും ഡിയും ആണ്. ഡി എന്താ പറയുന്നത്? വ്യത്യസ്ത തരത്തിൽപ്പെട്ട അംഗങ്ങളാൽ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യുമ്പോഴാണ് അത് എഫക്റ്റീവ് ആകുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, നമ്മളൊരു ക്ലാസ് റൂമിനെ എടുക്കുന്നു. അപ്പോൾ ഒരു ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ബുദ്ധിയുള്ള കുട്ടികളുണ്ട്, ആവറേജ് ലെവലിൽ ബുദ്ധിയുള്ള കുട്ടികളുണ്ട്, ബിലോ ആവറേജ് ലെവലിൽ ബുദ്ധിയുള്ള കുട്ടികളും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പല തരക്കാരെ പിടിച്ച് ഗ്രൂപ്പാക്കി ഇരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരായിരിക്കും? നല്ല രീതിയിൽ ബുദ്ധിയുള്ള കുട്ടികളായിരിക്കും, അല്ലെ? ഒന്നും മിണ്ടാത്ത, അതല്ലെങ്കിൽ ഒരു ഇച്ചിരി ഐക്യു ലെവൽ കുറവുള്ള കുട്ടികളൊക്കെ ഒരു സൈലന്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ബാക്കിയുള്ള കുട്ടികൾ എന്താണോ പറയുന്നത്, എന്താണോ എഴുതുന്നത്, അത് ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അതുപോലെ തന്നെ എഴുതി വെക്കും. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഉണ്ടാകില്ല. സോ വ്യത്യസ്ത തരത്തിൽപ്പെട്ട കുട്ടികളാകുമ്പോൾ അവിടെ എല്ലാവരുടെയും ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അതേസമയം തന്നെ ഒരേ തരക്കാരെ പിടിച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് തിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം ലഭിക്കും. അപ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഫലവത്തായിട്ടുള്ള സംഘമാർഗ നിർദ്ദേശങ്ങളായിട്ട് മാറുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലോട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സംഘം ഒരേ തരത്തിൽപ്പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോഴാണ് സംഘമാർഗ നിർദ്ദേശം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവന്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവന്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? വിശിഷ്ട ഘടകം മൂലം മാത്രം, സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേർന്ന സാമാന്യ ഘടകം മാത്രം, ഇവയൊന്നുമല്ല. ഇവിടെ സ്പിയർമാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കോൺസെപ്റ്റ് കിട്ടും, അല്ലേ? ഏതാണ് സ്പിയർമാന്റെ തിയറി? ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടാണ് സ്പിയർമാൻ തിയറി അവതരിപ്പിക്കുന്നത്. ഏതാണ് ആ തിയറി? 2 ഫാക്ടർ തിയറി. 2 ഫാക്ടർ തിയറിയാണ് സ്പിയർമാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ദ്വിഘടക സിദ്ധാന്തം. ബുദ്ധിയില് 2 തരത്തിലുള്ള ഘടകങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ഈ 2 തരത്തിലുള്ള ഘടകങ്ങളും എന്തിനാവശ്യമാണ്? ഒരു പ്രത്യേക കാര്യം ചെയ്യാനായിട്ട്, അതും ആ കാര്യത്തിൽ ശോഭിക്കാനായിട്ട് ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് സ്പിയർമാൻ തന്റെ കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു കുട്ടി നല്ലപോലെ കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധിയുടെ ഏതൊക്കെ ഘടകങ്ങളാണ് അതിന് സഹായിച്ചിട്ടുള്ളത്? വിശിഷ്ട ഘടകം മാത്രമാണോ? വിശിഷ്ട ഘടകവും സാമാന്യ ഘടകവും വരുന്നുണ്ടോ? സാമാന്യ ഘടകം മാത്രമാണോ? വേറെ ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ? ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേർന്നാണ് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരു പ്രത്യേക കാര്യത്തിൽ ശോഭിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു പ്രവൃത്തി ചെയ്യാനായിട്ടും ജനറൽ ആയിട്ടുള്ള ഫാക്ടർ, സാമാന്യ ഘടകം എല്ലാവരിലും ഉണ്ടായിരിക്കും. പക്ഷെ ആ പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള ഒരു സ്പെസിഫിക് ഫാക്ടർ ഏതൊക്കെ കുട്ടികളിലാണോ ഉള്ളത് അവർക്ക് ആ കാര്യം പെർഫെക്റ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പാടാനുള്ള കഴിവുണ്ട്, അല്ലെ? ചിലപ്പോൾ നല്ല രീതിയിൽ പാടുക എന്നല്ല, മറിച്ച് എന്താണ്, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പാടാൻ പറ്റും. അത് പാടാനായിട്ടുള്ള സാമാന്യ ഘടകം നമ്മിൽ ഉള്ളത് കൊണ്ടാണ്. ഇനി എന്നില് പാടാനായിട്ടുള്ള വിശിഷ്ട ഘടകം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നല്ല രീതിയിൽ എനിക്ക് പാടാൻ പറ്റും, അല്ലെ? അപ്പോൾ ഒരു കഴിവ് എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കഴിവിന്റെ വിശിഷ്ട ഘടകവും സാമാന്യ ഘടകവും എന്നിലുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ഘടകങ്ങളെ പറ്റിയിട്ടാണ് സ്പിയർമാൻ പറയുന്നത്.
ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജെറോം എസ് ബ്രൂണറുടെ ആശയം ഏതാണ്? താഴെ പറയുന്നവയിൽ ജെറോം എസ് ബ്രൂണറുടെ ആശയം ഏതാണ്? ഓപ്ഷൻ എ, നിയതമായ വികാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ച് ജ്ഞാതൃഘടന സങ്കീർണമാകുന്നു. ബി, വൈജ്ഞാനിക വികാസം നടക്കുന്നത് അനുരൂപീകരണം, സംയോജനം എന്നീ പ്രക്രിയകൾ വഴിയാണ്. സി, പരിഹരിക്കപ്പെടേണ്ട വൈജ്ഞാനിക അസന്തുലിതാവസ്ഥ പഠനത്തിലേക്ക് നയിക്കുന്നു. ഡി, എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുന്നതു തന്നെയാണ് പഠനം. ഇതിലേതാണ് നമ്മുടെ ബ്രൂണറിന്റെ ആശയവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നത്? ഏതായിരിക്കും വരിക? നമുക്ക് ഓരോരോ ഓപ്ഷനുകൾ നോക്കാം അല്ലെ. നിയതമായ വികാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ച് ജ്ഞാതൃഘടന സങ്കീർണമാകുന്നു. നമ്മുടെ ജ്ഞാതൃഘടന അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? നമ്മുടെ പിയാഷെയാണ് അല്ലെ. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ വളരെ ചുരുക്കം എണ്ണം സ്കീമുകളാണ് ഉള്ളത്. പിന്നീട് നമ്മൾ വളരുന്നതിനനുസരിച്ച് പുതിയ ചില കാര്യങ്ങൾ എവിടേക്ക് വരുന്നുണ്ട്? നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലോട്ട് ഉൾച്ചേരുന്നുണ്ട്. ഇത് നമ്മുടെ പിയാഷെയുടെ കോൺസെപ്റ്റ് ആണ്. ഇനി ബി എന്താണ്? വൈജ്ഞാനിക വികാസം നടക്കുന്നത് അനുരൂപീകരണം, സംയോജനം, അഡാപ്റ്റേഷൻ, ഓർഗനൈസേഷൻ എന്നീ പ്രക്രിയകൾ വഴിയാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഈ അഡാപ്റ്റേഷനും ഓർഗനൈസേഷനും ആരുടെ കോൺസെപ്റ്റ് തന്നെയാണ്? പിയാഷെന്റെ കോൺസെപ്റ്റ് ആണ്. അതിൽ അഡാപ്റ്റേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്വാംശീകരണവും സംസ്ഥാപനവും സന്തുലനവും വഴിയാണ് അനുരൂപീകരണം നടക്കുന്നത്. അനുരൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലോട്ട് പുതിയ ഒരു സ്കീമ ഉൾച്ചേർക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ. സി എന്താണ്? പരിഹരിക്കപ്പെടേണ്ട വൈജ്ഞാനിക അസന്തുലിതാവസ്ഥ അല്ലെ. അസന്തുലിതാവസ്ഥ, ഇൻഇക്വിലിബ്രിയം. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എന്ത് നടക്കുന്നത്? നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതും അതുവഴി പഠനം നടക്കുന്നതും. ഇതും നമ്മുടെ പിയാഷെയുടെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുന്നത് തന്നെയാണ് പഠനം. അത് നമ്മുടെ ബ്രൂണറിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവരിൽ ആരെയാണ് പഠന വൈകല്യമുള്ള വിദ്യാർത്ഥിയായി കണ്ടെത്താൻ സാധ്യത? താഴെ പറയുന്നവരിൽ ആരെയാണ് പഠന വൈകല്യമുള്ള വിദ്യാർത്ഥിയായി കാണാൻ സാധ്യത? നീന തന്നേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളുമായി കളിക്കാൻ ഇഷ്ടപ്പെടുകയും എല്ലാ പാഠ്യവിഷയങ്ങളിലും താഴ്ന്ന നേട്ടം കാഴ്ചവെക്കുന്നവളുമാണ്. ബി, ക്ലാസ്സിൽ എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടാൽ വിക്ക് പ്രകടിപ്പിക്കുന്നവളാണ് ഡോളി. സി, ജീന പഠന പ്രവർത്തനങ്ങൾക്കിടയിൽ എളുപ്പം ക്ഷീണിക്കുകയും പാതിയിൽ നിർത്തുകയും ചെയ്യുന്നു. ഡി, രാജുവിന്റെ IQ 110 ആണെങ്കിലും വായിക്കാൻ വളരെ കഷ്ടപ്പെടുന്നു. ഇവിടെ ഏതു കുട്ടിക്കാണ് പഠന വൈകല്യമുള്ളത്? നീനയ്ക്കാണോ, ഡോളിക്കാണോ, ജീനയ്ക്കാണോ, രാജുവിനാണോ? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളുടെ പഠന വൈകല്യവും അവരുടെ IQ ലെവലും തമ്മിൽ എന്തില്ല? ബന്ധമില്ല. IQ ലെവല് കുറവാകുന്നത് കൊണ്ടല്ല കുട്ടികളിൽ എന്ത് കാണുന്നത്? പഠന വൈകല്യം കാണുന്നത്. നല്ല പോലെ IQ ലെവലുള്ള കുട്ടികൾക്ക് തന്നെയാണ് എന്തും സംഭവിക്കുക? പഠന വൈകല്യങ്ങളും സംഭവിക്കുക. പഠന വൈകല്യം എന്ന് പറയുമ്പോൾ എഴുത്തോ വായനയോ കാൽക്കുലേഷനോ അതല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ പഠന വൈകല്യമായിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പഠന വൈകല്യം എന്ന് കാണുമ്പോൾ തന്നെ ലോ ലെവൽ IQ എന്നുള്ളത് കണക്ട് ചെയ്യരുത്. അത് തെറ്റായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. രാജു എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് 110 ആ കുട്ടിയുടെ IQ ലെവൽ വരുന്നത്. പക്ഷേ കുട്ടിക്ക് എന്താണ്? വായിക്കാനായിട്ടൊരു ഇച്ചിരി പാടുണ്ട്. ചിലപ്പോൾ വായിക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നു? വിട്ടുപോകുന്നു, അല്ലെങ്കിൽ വിഴുങ്ങിപ്പോകുന്നു, നിർത്താതെ വായിക്കുന്നു. ഇതൊക്കെ എന്ത് തന്നെയാണ്? പഠന വൈകല്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന വൈകല്യമാണെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ലെക്സിയ എന്നാണ് വിളിക്കുന്നത്.
ഓക്കെ, അപ്പൊ IQ കുറവായത് കൊണ്ടല്ല കുട്ടികളിൽ എന്ത് സംഭവിക്കുന്നത്? പഠന വൈകല്യം സംഭവിക്കുന്നത്. പഠന വൈകല്യമുള്ള ഒരു കുട്ടിയുടെ IQ സാധാരണ കുട്ടികളുടെ IQന്റെ അത്രയ്ക്കോ അതല്ലെങ്കിൽ അതിൽ മുകളിലോ ആയിരിക്കും. ഒരിക്കലും എന്താവില്ല? കുറവ് ആകില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഒസുബൽ, ബ്രൂണർ എന്നിവരുടെ പഠന സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. രണ്ടിനും പൊതുവായി യോജിക്കുന്ന പ്രസ്താവന ഏത്? ഒസുബൽ, ബ്രൂണർ രണ്ടുപേരുടെയും സിദ്ധാന്തങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടു കൂട്ടരും യോജിക്കുന്നത് ഇതിലെ ഏത് പ്രസ്താവനയിലാണ്? രണ്ടും അറിവിന്റെ സ്വാംശീകരണം ലക്ഷ്യമിടുന്നു. രണ്ടും കണ്ടെത്തൽ പഠനം നിർദ്ദേശിക്കുന്നു. രണ്ടും ആഗമന രീതി നിർദ്ദേശിക്കുന്നു. രണ്ടും അർത്ഥരഹിത സ്വാംശീകരണം ലക്ഷ്യമിടുന്നു. ഇതിലേത് കാര്യമായിരിക്കും ഒസുബലും ബ്രൂണറും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്നത്? ഏതായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒസുബലും ബ്രൂണറും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടെത്തൽ പഠനത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. രണ്ടു കൂട്ടരും എന്ത് പറയുന്നുണ്ട്? കുട്ടികള് കണ്ടെത്തി പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള വഴി, അല്ലെ? ബ്രൂണർ എന്താ പറയുന്നത്? കുട്ടികള് എങ്ങനെയാണ് ആശയങ്ങൾ രൂപീകരിക്കേണ്ടത്? കണ്ടെത്തൽ പഠനത്തിൽ കൂടെയാണ്. അപ്പോൾ തൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തി മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെ കണ്ടെത്തി പഠിക്കുന്നതിൽ കൂടെ അവരെന്ത് ചെയ്തോളും? അവർക്കുള്ള അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിനെ അവർ മനസ്സിലാക്കി ആശയങ്ങൾ രൂപീകരിച്ചോളും. അപ്പൊ ഇതേ ഒരു കാര്യത്തിന് തന്നെയാണ് നമ്മുടെ ഒസുബല് സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എന്ത് തന്നെയാണ്? കണ്ടെത്തി പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള വഴി. പക്ഷേ എല്ലാ കുട്ടികളും കണ്ടെത്തി പഠിക്കണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കണ്ടെത്തി പഠിക്കണം എന്ന് പറയുന്നിടത്ത് ഒരു ഇമ്പോസിബിലിറ്റി, അല്ലെ? അതിനുള്ള സാധ്യത കുറവാണ്. വലിയ ഒരു സിലബസ് ആണ് കുട്ടികൾക്ക് മുതിർന്ന ക്ലാസ്സുകളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അത്തരത്തിലുള്ള വലിയൊരു സിലബസ് കവർ ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് കണ്ടെത്തൽ പഠനത്തിൽ കൂടെ മാത്രം നടക്കില്ല. അവിടെയാണ് നമ്മുടെ ഒസുബൽ എന്തു പറയുന്നത്? അർത്ഥപൂർണമായ ഭാഷാപര പഠനം, മീനിങ് വെർബൽ ലേണിംഗ് കൊടുക്കാം. വെറുതെ നമ്മുടെ പ്രഭാഷണ രീതിയെ സപ്പോർട്ട് ചെയ്യല്ല ഉസുബല് ചെയ്യുന്നത്. ലെക്ചർ മെത്തേഡ് തന്നെ എങ്ങനെയായിരിക്കണം? മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് എത്തിക്കണം. അതെത്തിക്കാനായിട്ടുള്ള വഴിയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടു കൂട്ടരും കണ്ടെത്തൽ പഠനത്തെ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഒസുബല് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: വലിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടെത്തൽ പഠനത്തെ മാത്രം ആശ്രയിച്ചാൽ ശരിയാകില്ല. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയല്ലോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വാചിക ബന്ധ പഠനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെർബൽ അസോസിയേഷൻ ഈ ഒരു കോൺസെപ്റ്റ് ഏത് കാര്യവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്? വാചിക ബന്ധ പഠനം, ബ്ലൂമിന്റെ ടാക്സോണമി, കണ്ടെത്തൽ പഠനം, മാസ്ലോവിന്റെ ആവശ്യ ശ്രേണി, ഗാഗ്നെയുടെ പഠന ശ്രേണി, ഏതുമായിട്ടാണ് നമുക്ക് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കാണാൻ സാധിക്കുന്നത്? എവിടെയാണ് നമ്മൾ കാണുന്നത്? ഗാഗ്നെയുടെ പഠന ശ്രേണി. നമ്മൾ പറഞ്ഞു പഠനത്തിന് അതിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് ഗാഗ്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ 8 സ്റ്റേജുകളാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. അതിലുള്ള ഒരു സ്റ്റേജാണ് ഈ വെർബൽ അസോസിയേഷൻ, വാചിക ബന്ധ പഠനം എന്ന് പറയുന്നത്. ആദ്യത്തേത് സിഗ്നൽ ലേണിംഗ് ആണ്. രണ്ടാമത്തേത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. മൂന്നാമത്തേത് ചെയിനിങ് ആണ്. നാലാമത്തേത് വെർബൽ അസോസിയേഷൻ. അഞ്ചാമത്തേത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. 1, 2, 3, 4, 5 കോൺസെപ്റ്റ് ലേണിംഗ്. ഏഴാമത്തേത് പ്രിൻസിപ്പിൾ ലേണിംഗ്. ഏറ്റവും ഒടുവിൽ വരുന്നതാണ് പ്രോബ്ലം സോൾവിംഗ്. പ്രോബ്ലം സോൾവിംഗ് ആണ് പഠനത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നത്.
പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ അവിടെ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പഠനം എന്ന് പറയുന്നത് സിഗ്നൽ ലേണിങ്ങും സ്റ്റിമുലസ് റെസ്പോൺസും ആണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറും തോറും പഠനത്തിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി, ബുദ്ധിമുട്ട് അവിടെ കൂടുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്, ഗാഗിനെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ചോദ്യങ്ങളാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാനായിട്ട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ വന്നപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു ഇതുപോലുള്ള PYQ സെഷൻസ് വേണം, നല്ല യൂസ്ഫുൾ ആണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ ക്ലാസ്സുകൾ കാണുക. നമുക്കിനി എന്ത് ചെയ്യാം, പരീക്ഷയോട് അടുപ്പിച്ച് കൂടുതൽ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിലേതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല പോലെ പഠിക്കുക, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മളിവിടെ റെഡിയാണ്, ഇങ്ങോട്ടേക്ക് പോന്നോളാം. അടുത്ത ക്ലാസ്സിൽ പുതിയ ചില ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്